പരിമിതിയുടെയും പിടിപ്പുകേടിൻ്റെയും മെല്ലെപ്പോക്കിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും പേരിൽ ചടയമംഗലം പഞ്ചായത്ത് പഴി കേൾക്കുമ്പോഴും അഭിമാനിക്കാം ഭരണ നേതൃത്വത്തിന്. ചടയമംഗലം പഞ്ചായത്തിൻ്റെ ഭൂമി വർഷങ്ങളാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൈവശമായിരുന്നു. എന്നാൽ ഇന്ന് കരമടച്ച് പഞ്ചായത്തിൻ്റേതായി മാറിയിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ആ കാലയളവിൽ ചടയമംഗലം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാക്ഷിയോട് പങ്കുവയ്ക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നമ്മൾ സ്ഥാനമേൽക്കുമ്പോൾ നമുക്കറിയാം, ആ സമയത്ത് കോവിഡിൻ്റെ രോഗം എത്തിത്തുടങ്ങിയ സമയമായിരുന്നു. എന്നാൽ അത് പിന്നെ പെട്ടെന്ന് തന്നെ കൂടി വരികയും അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്കാണ് നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് തന്നെ നമ്മുടെ ആയൂർ മാർത്തോമ കോളേജിൻ്റെ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് സൗകര്യങ്ങൾ കൂടി നമുക്കവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ വീടുകളിൽ പാർക്കാൻ സൗകര്യമില്ലാത്തവരെ മാറ്റി പാർപ്പിക്കേണ്ട രീതിയിലുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആംബുലൻസിൻ്റെ സൗകര്യങ്ങളായാലും അവിടെ വേണ്ടുന്ന സ്റ്റാഫുകളെ ആയാലും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ചടയമംഗലം മാർത്തോമ കോളേജിൽ DCC തുറക്കുകയുണ്ടായി. പിന്നെ ഏകദേശം ഒരു വർഷത്തോളം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നു. നമ്മുടെ ഹോസ്പിറ്റലിലെ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് കോവിഡിൻ്റെ ടെസ്റ്റുകളായാലും അതുപോലെ കോവിഡിൻ്റെ വാക്സിനേഷൻ വന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അവിടെ വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള അസൗകര്യങ്ങൾ, കോവിഡ് ടെസ്റ്റും ചെയ്യണം, വാക്സിനേഷനും എടുക്കണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള കണ്ടുകൊണ്ട് നമുക്ക് അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ IP-യുടെ ഭാഗത്ത് നമ്മൾ ഷീറ്റെല്ലാം ഇട്ടുകൊണ്ട് തറയോടെല്ലാം പാകി അവിടെ വൃത്തിയാക്കി നമുക്ക് വാക്സിൻ എടുക്കാൻ ചെല്ലുന്നവർക്ക് ഇരുന്ന് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് ചെയ്യുവാൻ കഴിയും. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് മറ്റ് കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ 108 ആംബുലൻസ് ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. പിന്നെ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി പോവുകയും നമ്മുടെ മിനിസ്റ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ 108 ആംബുലൻസുകൾ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ മരണസംരക്ഷണ കേന്ദ്രത്തിൻ്റെ അവിടേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു 2.5 സെൻറ്റ് വസ്തു, പഞ്ചായത്തിൻ്റെ തന്നെ വസ്തു, വേസ്റ്റ് കൂമ്പാരമായിട്ട് മാറിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന അജിത് സാറ് ഇങ്ങനെ മത്സ്യബെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിപണന കേന്ദ്രം തുടങ്ങുവാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കാം എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രായപ്രസാദിനെ ഉൾപ്പെടെ കൊണ്ട് നമ്മുടെ അന്നത്തെ മേഴ്സി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മേഴ്സി സാഹിബിനെ പോയി കാണുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് ആ വസ്തു അളന്നതിൻ്റെ സ്കെച്ച് പ്ലാനും എല്ലാം തയ്യാറാക്കി നമുക്ക് മത്സ്യബെഡിൽ ശിശുവകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റാൾ ഇവിടെ അനുവദിച്ചിട്ട് നല്ല മത്സ്യം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ 3 പേർക്കവിടെ തൊഴിൽ കൊടുക്കുവാൻ കൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ KSRTCക്ക് വേണ്ടി പഴയ KSRTC ബസ് സ്റ്റാൻഡിനെ ഏറ്റെടുത്തിരുന്ന സ്ഥലം 30 വർഷമായിട്ട് അത് നമ്മുടെ പഞ്ചായത്തിന് കരമടച്ച് കിട്ടാത്ത ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അതായത് സർക്കാർ പുറമ്പോക്ക് എന്ന രീതിയിലാണ് വില്ലേജ് രേഖകൾ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടു മുൻപേ ഉള്ള ഭരണസമിതി അത് മനസ്സിലാക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഭരണസമിതി അധികാരത്തിൽ നിന്നും പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വില്ലേജ് ഓഫീസറെ ബന്ധപ്പെടുകയും വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസീൽദാരെടുത്ത് പോവുകയും അവിടെ നിന്ന് LA തഹസീൽദാരെടുത്ത് പോകാൻ പറയുകയും അങ്ങനെ LA തഹസീൽദാരെടുത്ത് പോവുകയും അപ്പോൾ അതിന് ശേഷം അത് കളക്ടർക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് അവിടുന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം കളക്ടർക്ക് നമ്മളൊരു കത്ത് കൊടുത്തു. വീണ്ടും നമുക്ക് തിരിച്ച് അത് മടങ്ങി വന്നു. വീണ്ടും നമ്മൾ കളക്ടർക്ക് കത്ത് കൊടുക്കുകയും നിരന്തരമായിട്ട് കളക്ടറേറ്റിൽ പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തത് എന്ന വില്ലേജ് രേഖകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കളക്ടർ നിർദ്ദേശം കൊടുത്തു. എന്നിട്ടും നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ കരമടച്ച് കിട്ടുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഇവിടുത്തെ സ്ഥല MLAയും അതുപോലെ തന്നെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ ചിഞ്ചുറാണി മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുകയും
മിനിസ്റ്റർ കൂടെ സാന്നിധ്യത്തിൽ നമ്മൾ റവന്യൂ മിനിസ്റ്ററെ കാണുകയും ഈ വിഷയം റവന്യൂ മിനിസ്റ്റർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ അന്ന് മുതലുള്ള സകല രേഖകളും വസ്തു ഏറ്റെടുത്തത് മുതലുള്ള പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വസ്തു വാങ്ങിയ രേഖകൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് അത് റവന്യൂ മിനിസ്റ്റർ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്കത് നമ്മുടെ പഞ്ചായത്തിന് സെക്രട്ടറിയുടെ പേരിൽ തന്നെ കരമടച്ച് കിട്ടുന്ന രീതിയിലേക്ക് വന്നു. അപ്പം അതിൽ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ, മുട്ടുവേദന, നടുവേദന, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് രോഗങ്ങളും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുണ്ട്. അപ്പം അവരുടെ എല്ലാം സൗകര്യാർത്ഥം നമ്മുടെ ചടയമംഗലം ഗവൺമെൻറ് ആശുപത്രിയിൽ നമുക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു സ്റ്റാഫുമായിട്ട്, ജില്ലയിൽ വെച്ചൊരു സ്റ്റാഫുമായിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് പേവിഷബാധ വാക്സിൻ അപ്പോൾ അതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഞ്ചായത്ത് കത്ത് കൊടുക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ PHCയിൽ കൂടി നമുക്ക് പേവിഷബാധ വാക്സിൻ എത്തിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ വെള്ളൂപ്പാറ കൂതത്താൻ കുന്നിൽ മുൻ ഭരണസമിതിയുടെ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പകൽ വീട് നിർമ്മിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഗ്രാമസഭകളിൽ നിരന്തരമായിട്ട് പകൽ വീട് ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ക്ഷമമാക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ പോയി കണ്ടപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഇല്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുഴൽക്കിണർ കുഴിക്കുകയും അവിടെ കറണ്ട് കണക്ഷനെല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം പകൽ വീട്ടിൽ രാവിലെ പോയി അവിടെ ഇരിക്കുന്ന വയോജനങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് വൈകിട്ട് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന തരത്തിലേക്ക് നമുക്ക് പകൽ വീട് അവിടെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിലെ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഗ്രാമസഭകളിലൊക്കെ കണ്ണങ്കോട് വാർഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വാർഡുകളിലും അതുപോലെ നിരന്തരം ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ അതും നമ്മുടെ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നമ്മുടെ നേതൃത്വം എല്ലാം ഇടപെട്ടുകൊണ്ട് നമ്മൾ മിനിസ്റ്ററെ പലതവണ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്ററെ കാണുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കിഫ്ബിയുടെ ഫണ്ടുകൾ കുറവുള്ളത് കൊണ്ട് അടുത്ത വർഷം നമ്മളെ പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹൗസിംഗ് ബോർഡാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ സോയിൽ ടെസ്റ്റ് എല്ലാം നടന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ലഭ്യത കുറവാണ് നമുക്കിത് തുടങ്ങുന്നതിനുള്ള താമസം വന്നത്. ഇപ്പോൾ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പോകത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമുള്ളത്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം സ്ട്രീറ്റ് മെയിനുകൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ലൈറ്റ് ഇല്ലാത്ത പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ചടയമംഗലത്ത് ഗവൺമെൻറ് ആശുപത്രിയുടെ അവിടെ മുതൽ നമ്മുടെ കല്ലടത്തണ്ണി ഇളമ്പറക്കോട് ഭാഗം വരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ട്രീറ്റ് മെയിൻ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1 or 2 ഹൈമാക്സ് ലൈറ്റ് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചാലും ബാക്കിയുള്ള സ്ഥലമെല്ലാം കൂരിരുട്ടിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണസമിതി ഒന്നടങ്കം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്ത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി മുതൽ നമ്മുടെ ഇളമ്പ്രക്കോട് വരെയുള്ള ഭാഗത്ത് മുഴുവനായും സ്ട്രീറ്റ് മെയിൻ വലിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു, ഇപ്പം നമുക്കറിയാം ആ വഴി വന്നു കഴിഞ്ഞാൽ നല്ല പ്രകാശം ഉള്ള സ്ഥലം, അതുപോലെ തന്നെ പന്നിശല്യവും എല്ലാം ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ കായിക പ്രേമികളുടെയും യുവജനങ്ങളുടെയും ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലൊരു സ്റ്റേഡിയം എന്നുള്ളത്. അപ്പോൾ മുൻ ഭരണസമിതിയുടെ കാലത്തൊക്കെ തന്നെ വസ്തു ഏറ്റെടുത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചുറ്റുമതിലെല്ലാം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റേഡിയം എന്ന സ്വപ്നം അകലെയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഭരണസമിതി എല്ലാവരെയും സഹായത്തോടു കൂടി നമ്മൾ കായിക വകുപ്പുമായി ബന്ധപ്പെടുകയും അപ്പോഴവിടെ നിന്ന് ഇത് ഏതെല്ലാം തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന ഒരു പ്രോജക്റ്റ് വെക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചടയമംഗലം MLAയും മിനിസ്റ്ററുമായിട്ടുള്ള ശ്രീമതി ചിഞ്ചുറാണി അവരുകളെ കാണുകയും ഈ പ്രപ്പോസൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു തന്നത്. ചിഞ്ചുറാണി മിനിസ്റ്ററുടെ 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ 50 ലക്ഷം രൂപയും കൂടി ചേർത്ത് 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അതിനു മുൻപേ തന്നെ അവിടെ കുറച്ചേറെ പരിമിതികൾ ഉണ്ടായിരുന്നു. വെള്ളമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അവിടെ കിണർ കുഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ ഒരു സമുച്ചയം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇതിനോടുകൂടി ഗ്യാലറിയും അതുപോലെ ഫുട്ബോൾ കോർട്ടും അപ്പോൾ വയോജനങ്ങൾക്കും മറ്റുള്ളവർക്കും നടക്കത്തക്ക രീതിയിലുള്ള നടപ്പാത ഡ്രെയിനേജിന്റെ മുകളിലായിട്ട് ചെയ്ത് അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എൻ്റെ സ്ഥാനമേറ്റതിന് ശേഷം ഒരുപാട് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒത്തിരി രക്ഷകർത്താക്കളും അന്ന് നിരന്തരമായിട്ട് നമ്മളെ സമീപിക്കുകയും ഒരു ബഡ് സ്കൂൾ എന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കണമെന്നും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും, നമുക്കറിയാം ഒരു ഭിന്നശേഷി കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷകർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവർക്ക് പുറത്തു പോകാൻ കഴിയത്തില്ല. കുട്ടികളുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുകയും കുട്ടികളും അതുപോലെ വീട്ടിലേക്ക് തളച്ചിടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവർ തന്നെ നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ നിന്നും കടയ്ക്കൽ പഞ്ചായത്തിലും അതുപോലെ വെളുന്നല്ലൂർ പഞ്ചായത്തിലും കൊണ്ടുപോയാണ് ഇത്തരം ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും അതിന് ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള DPR തയ്യാറാക്കുകയും അതുപോലെ അതിന് സ്ഥലം ഏറ്റെടുക്കുക വാടകയ്ക്കാണെങ്കിൽ പോലും ഒരു കെട്ടിടം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് സർക്കാർ നിശ്ചയിക്കുന്ന വാടകയിൽ വേണം നമുക്കത് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ അത്രയും ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യ വർഷം നമ്മൾ ആരംഭിക്കണമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് ആദ്യം അത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തായാലും നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിൽ 5 അംഗൻവാടികൾ കൂടിയാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്, കെട്ടിടവും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് 2 അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ഒന്ന് നമ്മുടെ പൂങ്കോട് അംഗൻവാടിയും അതുപോലെ തന്നെ കണ്ണങ്കോട് അംഗൻവാടിക്കും അതുപോലെ തന്നെ മണ്ണാറമ്പ് അംഗൻവാടിക്ക് ഒരാൾ സൗജന്യമായിട്ട് 100 സെന്റ് വസ്തു വിട്ടു നൽകുകയുണ്ടായി. അതിൽ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ NREGS തൊഴിലുറപ്പ് മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ണാറമ്പ് വാർഡിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു അംഗൻവാടി ചുറ്റുമതിലോടുകൂടി നമുക്ക് നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ആശുപത്രിയും നമ്മുടെ സംസ്ഥാന സർക്കാർ വെൽനസ് സെന്ററാക്കി ഉയർത്തി. ഇപ്പൊ വെൽനസ് സെന്ററാക്കി ഉയർത്തുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹോമിയോ ആശുപത്രിക്കും ആയുർവേദ ആശുപത്രിക്കും ചുറ്റുമതില് അതുപോലെ തന്നെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അതുപോലെ മറ്റു കാര്യങ്ങൾ അവിടെ ഫാനായാലും അത്തരം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ ചെയ്തു കൊടുക്കണം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഹോമിയോ ആശുപത്രി തന്നെ ചുറ്റുമതിലെല്ലാം കെട്ടി നമുക്ക് യോഗ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ യോഗ ഇൻസ്ട്രക്ടറെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് നല്ല പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അവിടെ 4 ബാച്ചുകളായിട്ട് യോഗ ക്ലാസ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും അതുപോലെ നമ്മുടെ ആശാ വർക്കേഴ്സിനും അംഗൻവാടി ടീച്ചർമാർക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭരണസമിതി അതിലേക്ക് അധികാരത്തിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലോട്ടാണ്. അപ്പോൾ നമ്മുടെ പഴയ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഈ എടുത്ത വാല്യുവേഷൻ നമ്മൾ ടെൻഡറുകൾ ക്ഷണിക്കുകയും ആരും ടെൻഡർ എടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ടെൻഡർ എടുത്ത് പിന്നെ അതിന്റെ വാല്യുവേഷനിൽ ചെറിയ കുറവ് വരുത്തിക്കൊണ്ട് വീണ്ടും പല പ്രാവശ്യം ടെൻഡർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിലാണ് അത് പൊളിച്ചു മാറ്റുവാൻ കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുകൊണ്ട് തന്നെ 30 ലക്ഷം രൂപ മാറ്റിവെക്കുകയും അതിനുശേഷം നമ്മൾ മിനിസ്റ്റർ ഉൾപ്പെടെ കണ്ടുകൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ സാഹിബിനെ സമീപിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പണി ആരംഭിക്കൂ, നമുക്ക് ആലോചിക്കാം എന്ന തരത്തിലേക്കാണ് പറഞ്ഞിരുന്നത്. അതുപോലെ പിന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിനെയാണ് നമ്മളെ പഞ്ചായത്തിന്റെ DPR തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റ് നടത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പഞ്ചായത്തിലെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷമാണ് അതിന്റെ DPR തയ്യാറാക്കിയത്. DPR തയ്യാറാക്കിയപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഭിന്നശേഷിക്കാര് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരും. അതുപോലെ തന്നെ വയോജനങ്ങൾ, ലാക്ടേറ്റിംഗ് മദർ, അപ്പോൾ അവർക്കൊക്കെ വന്നാൽ
വേണ്ടുന്ന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു DPR ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ട്രഷറി കെട്ടിടം കൂടി പൊളിച്ചു മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്കവിടെ കെട്ടിടം പണിയാൻ കഴിയൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ ട്രഷറി കെട്ടിടം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ട്രഷറി മാറുന്ന തരത്തിലേക്ക് വന്നു. അത് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ട്രഷറി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ട്രഷറി മാറിയതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഈ ട്രഷറി കെട്ടിടം പൊളിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ മാത്രമേ നമുക്ക് അതോടൊപ്പം ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് 1.5 വർഷ സമയമാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. എങ്കിലും ഈ കുറഞ്ഞ സമയത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം കുറച്ചേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എന്നോടൊപ്പം നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെ നിന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അതിൻ്റെ DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടായാലും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് അന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും ഇങ്ങനെയുള്ള ഒട്ടേറെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ സാക്ഷിക്ക് കഴിയില്ല. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പല പദ്ധതികളും പഞ്ചായത്ത് ഭരണസമിതിയുടെ മെല്ലെപ്പോക്ക് നയം കൊണ്ട് ഇന്നും മൃതപ്രായമായി കിടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ പഞ്ചായത്ത് സമുച്ചയം. പഞ്ചായത്ത് സമുച്ചയത്തെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും മിണ്ടാട്ടമില്ല. ഇനിയുമുണ്ട് ഒരുപാട്. സബ് രജിസ്ട്രാർ ഓഫീസ്, ചടയമംഗലത്തുകാരുടെ അഭിമാനമാകേണ്ട സ്റ്റേഡിയം, അങ്ങനെ പലതും. ഇതിലെല്ലാം പ്രധാനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തിക്കാണിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ ഇന്നും വോട്ട് നേടാനുള്ള, ജനങ്ങൾക്ക് ആശ കൊടുക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തുറുപ്പ് ചീട്ടായി മാറിയിരിക്കുന്നു. ഇനി ഇതിനെല്ലാം കാരണം ഒരു ഭരണപക്ഷം മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുവാനും പ്രതികരിക്കുവാനും ശക്തി നഷ്ടപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടിയാണ്. അനുമോദനങ്ങളുടെയും അവാർഡുകളുടെയും മേനി പറഞ്ഞ് സ്വയം അഭിമാനിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ വികസനം എങ്ങോട്ട് എന്ന് ഈ ഭരണകർത്താക്കൾ തിരിഞ്ഞൊന്ന് നോക്കണം. ആന കൊടുത്താലും അധികാരികളെ ആശ കൊടുക്കരുതേ. പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ച്, അവയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ സാക്ഷി ചർച്ച ചെയ്യുന്നു. പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്നു തന്നെ.